കൂട്ടുകാർക്കും എന്റെ ഡ്രീം ജിമ്മിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണ് വിശ്വസിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം ഗാർഡനിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് കുറഞ്ഞിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു കേക്കിന്റെ വീഡിയോ ആണ്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ കെട്ടിയന്റെ വീട്ടിലോട്ടും പോകുന്നു. അപ്പോ കുറച്ച് ഞാൻ ഗാർഡനിങ്ങിന്റെ സംഭവങ്ങളൊന്നും എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. കാരണം പിന്നെ ഗാർഡനിങ് അല്ലെങ്കിൽ അത് എടുത്തിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഗാർഡനിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം ആ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നേക്കാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അടുത്ത വീഡിയോ എന്നുള്ളത് ഒരു നിശ്ചയിലാണ് സത്യം പറഞ്ഞാൽ പോകുന്നത്. അപ്പൊ അതിനിരിക്കുമ്പോ ഞാൻ ഒരു കേക്കിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിന്റെ എന്ന് പറയുമ്പോൾ എന്റെ അനിയത്തി, അതായത് എന്റെ ചെറിയ നാത്തൂൻ, അവള് കേക്ക് ഉണ്ടാക്കും. അപ്പോ ആ കേക്കിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് ആ വീഡിയോ എടുത്തിട്ട് അപ്പൊ ഞാൻ അതിങ്ങനെ പെൻഡിങ്ങിലിട്ട് കുറെ ദിവസമായി. അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങൾ എന്തായാലും ഗാർഡനിങ്ങിന്റെ സംഭവങ്ങളൊക്കെ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വേറെ കണ്ടന്റ് അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അപ്പൊ ഞാന് ഒരു കേക്കിന്റെ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ ഒരു കേക്കിന്റെ വീഡിയോ വരുന്നത്. അപ്പൊ അവള് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അവൾ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോ അത് നല്ല രസമുള്ള ഒരു കേക്കാണ്. അപ്പൊ ഞാനിന്ന് ഈ പാവകളുടെ അടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാവ കേക്കാണ്. അപ്പോ ഇന്നൊരു പാവ എപ്പിസോഡാണ്. അപ്പൊ ഇതിന്റെക്ക് മുന്നായിട്ട് ആദ്യം കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഭയങ്കരമായിട്ടുള്ള ടിപ്സ്, ഭയങ്കര ബേക്കറൊന്നും അല്ല. എന്നാലും നമ്മൾ കുറച്ച് ട്രൈ ചെയ്തിട്ട് അനീതിയും ചെയ്യണല്ലേ. അപ്പൊ അവളും കുറെ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, അതേപോലെ കുറച്ച് മറന്നു പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്ന ടിപ്സ് ഒക്കെ തന്നെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കത്തി അടിക്കേണ്ടതെന്ന് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോ എല്ലാവർക്കും അറിയാം, ഇതേപോലെ മുട്ട നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അതായത് ഫ്രിഡ്ജിനകത്ത് വെക്കാണ്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അതാണ് മെയിൻ സംഭവം. ഇപ്പൊ ഞാനൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ കേക്ക് ഉണ്ടാക്കാൻ കയറി കഴിഞ്ഞാലും കേക്ക് ഉണ്ടാക്കാൻ മൈദയൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ആലോചിക്കുക, അയ്യോ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് മുട്ട, നമ്മുടെ സാധാരണ മുട്ടയൊക്കെ ആയിരിക്കുമല്ലോ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റുന്നത്. അപ്പൊ അത് ആദ്യം എടുത്തിട്ട് പുറത്തോട്ട് വയ്ക്കാം. മുട്ട എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ നെയ്യാണ് എടുക്കണമെങ്കിൽ നെയ്യ് ചിലവർ ഫ്രിഡ്ജിനകത്തായിരിക്കുമല്ലോ, അപ്പൊ അത് എടുത്തിട്ട് പുറത്ത് വയ്ക്കാം. പിന്നെ ബട്ടർ ആണെങ്കിൽ ബട്ടർ എടുത്ത് പുറത്ത് വയ്ക്കാം. പിന്നെന്താ, പഞ്ചസാര ആരും ഫ്രിഡ്ജിനകത്ത് വെക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കും. അപ്പൊ നമുക്ക് അധികം വൈകിക്കാണ്ട് കേക്ക് ഉണ്ടാക്കണ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോണത്. അപ്പം നമ്മൾ ആദ്യം വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത പാത്രവും ബീറ്ററൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ചില കേക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേ അതിൽ മുട്ടയുടെ സ്മെല്ല് തോന്നാറില്ലേ. അപ്പം അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് അതിലേക്ക് ഇച്ചിരി വാനില എസൻസും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മുട്ടയുടെ സ്മെല്ല് അങ്ങനെ നിൽക്കില്ല. ഹൈ സ്പീഡിൽ തന്നെ നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം, നിർത്താണ്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അടിച്ചിട്ട് ഒരുവിധം ഒരു ക്രീമി ടെക്സ്ചറായി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, അതായത് 1 കപ്പ് മൈദക്ക് ഞാൻ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അതാണ് എടുക്കുന്നത് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചടിച്ച് ഇതേപോലുള്ളൊരു പരുവം കിട്ടുമ്പോൾ നമ്മൾ നിർത്താം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വരുന്നതിലൊക്കെ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഞാൻ പണ്ട് ഇങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ അടിക്കുള്ളൂ. അപ്പോൾ അനിയത്തി ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലായത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം, നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അടിക്കണത്. അതേപോലെ തന്നെ വിട്ടുപോയ കാര്യമാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഇപ്പോൾ മൈദ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് അരിച്ചെടുത്ത ഒരു ഇതാണ് മിക്സറാണിത്. അതിങ്ങനെ കുറച്ചായിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ വെട്ടും കുത്തി ഇളക്കൂലേ, അതേപോലെ ഒരേ സൈഡിലോട്ട് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ കേക്ക് വെക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറിലും നമ്മുടെ ആ ഒരു പാത്രത്തിൽ നമ്മൾ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു പരിവായിരിക്കില്ല, അത് അങ്ങോട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ അതിൽ ഇങ്ങനെ കൊമള പോലെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യണം. അതൊക്കെ എടുക്കാൻ മറന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട്, അതായിട്ട് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് വെച്ചായിരുന്നു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ സിറപ്പായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഹെർഷേഴ്സിൻ്റെ കാരമൽ ഫ്ലേവർ എടുത്തേക്കുന്നത്. അത് 1 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഈ സിറപ്പും കൂടെ ഒഴിച്ചിട്ട്
നമ്മളൊരു ലൈൻ ഉണ്ടാക്കും. അത് നമ്മൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ കേക്കിന് വേണ്ടിയിട്ട് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാൻ ഞാനിവിടെ 3 സ്പൂൺ എടുത്തേക്കണേ. പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കേട്ടോ. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അടിക്കുന്ന സമയത്ത് അങ്ങോട്ട് തെറിക്കും. എന്നിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ വേണം ഇനി അത് ബീറ്റർ ഓൺ ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അത് നിർത്താതെ അടിക്കണം. ഇങ്ങനെ ഒരു നല്ലൊരു ക്രീമി ഈ ഒരു ടെക്സ്ചർ കിട്ടുന്ന വരെ നമ്മൾ ഹൈ സ്പീഡിൽ അടിക്കണം. ഒരു 7 മിനിറ്റോളം അടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടും കൂടെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാക്കിയുള്ള സിറപ്പും കൂടെ ഇങ്ങനെ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമ്മൾ കപ്പലണ്ടി മിഠായി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതൊന്ന് ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അത് ആ ഒരു ബ്രൗൺ കളർ നിറമാവണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. എന്നിട്ട് ബട്ടറും കൂടെ ലയിച്ച് കഴിയുമ്പോൾ നമ്മളതൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കപ്പലണ്ടി മിഠായി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. എന്നാൽ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് കേക്കിൻ്റെ ഇടയിലിടുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് കടിക്കണ്ടേ. അങ്ങനെ കടിക്കുമ്പോൾ രസമല്ല, അതിന് വേണ്ടിയിട്ടാണ് അത്. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കേക്ക് വെച്ചിട്ടില്ലേ താഴത്തെ ലെയർ, അത് നമ്മൾക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ക്രീം തേച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ച കപ്പലിൻ്റെ ഉണ്ടല്ലോ അതങ്ങനെ ഇടാം. അപ്പോൾ കപ്പലിന് പൊടിക്കുമ്പോൾ ഓവറായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഓവറായിട്ട് പൊടിഞ്ഞാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കടിക്കാൻ പറ്റില്ലല്ലോ. ഇതേപോലെ തന്നെ എല്ലാ ലെയറും ഇട്ടിട്ട് അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ആ ഒരു ഡോളിൻ്റെ ആ ഒരു പീസ് വെക്കൂലേ, നമ്മൾ ആ ഒരു ഡോളിന് വെക്കൂലേ, അപ്പോൾ അവിടെ മുതൽ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ലാസ്റ്റ് 3 ലെയറും വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളതൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ കേക്ക് എടുത്തൊന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുക്കുക. നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കണ തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഏത് കളറാണോ പല കളർ മിക്സ് ചെയ്തിട്ടല്ലേ കൊടുക്കണേ. എന്നിട്ട് നോസിൽ നമ്മുടെ പപ്പിംഗ് ബാഗിലോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോളിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡാർക്ക് കളറായിട്ടുള്ള പൂക്കൾ താഴെ കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരുന്തോറും അതിൻ്റെ ലൈറ്റ് കളറായിട്ട് വൈറ്റിലോട്ട് എത്താമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ താഴത്തെ റോ കഴിഞ്ഞ് നമ്മുടെ, എന്നിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള ക്രീമൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വൈറ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് കളർ കിട്ടില്ലേ. എന്നിട്ട് അത് തൊട്ട് മുകളിലുള്ള റോയിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ ലൈറ്റ് കളേഴ്സ് ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡോളിന് കുത്തണ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഒഴികെ ബാക്കി എല്ലായിടത്തും നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ കാണൂലേ വൈറ്റ് ഇതായിട്ട്. അപ്പം ലാസ്റ്റത്തെ ഭാഗം നമ്മൾ പിങ്കിൽ നിന്ന് വൈറ്റിലോട്ടാണ് എത്തിയേക്കണേ. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നമ്മുടെ ഡോളിനെ കുത്തി വെക്കണ്. ഇനി നമുക്ക് ഡോളിന് ഡ്രസ്സ് ഇടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഡാർക്ക് പിങ്ക് തന്നെ എടുത്തേക്കണത്. പിന്നെ ചെയ്തത് ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മുടെ റോസാപ്പൂക്കളുടെ ഗ്യാപ്പിലൊക്കെ ഈ ഒരു ചെറിയ നോസിലുകൊണ്ട് വൈറ്റ് ആയിട്ടുള്ള ക്രീം തന്നെ അങ്ങോട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഡോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കേക്ക് അനിയത്തി ഞങ്ങളുടെ ജമീറ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ ജമീറ എന്ന് പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ റെഡിയാക്കേണ്ട ലാസ്റ്റ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കേക്കും ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.